collaborative artist. Karanam, filmmaking is one art form where you need to be able to collaborate with a lot of other people. We welcome on stage the school director of Neo Film School, Mr. Leo Tadeo sir, for the welcome speech. തിയേറ്ററിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ മുഹൂർത്തം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്ന ആ വലിയ ഹാപ്പനിങ് ഡേയ്സിൻ്റെയൊക്കെ ഒരു മുന്നാസ്വാദനമാണ് ഇന്ന് ഈ സമയത്ത് നടക്കുന്നത്. എനിക്കൊന്ന് ഈ ഒരു തിയേറ്ററിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരുന്നു. ഇങ്ങനൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും തുടക്കങ്ങൾ മാത്രമല്ല, നിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജിയിൽ തുടക്കം മാത്രമല്ല, തുടർച്ചകളിലാണ് നമ്മളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. തുടക്കങ്ങളിൽ നിൽക്കുന്നവരുണ്ട്, എനിക്ക് തോന്നുന്നു തുടർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസ്റ്റുകളും അതുപോലെ ന്യൂസ് പാസ് ഔട്ടായിട്ടുള്ളവർ നമ്മുടെ കൂടെയുണ്ട്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ ടെർമിനോളജിയാണല്ലേ കണ്ടിന്യൂറ്റി എന്ന് പറയും. ഷൂട്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം, കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രവേശനത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പാരൻസോ സുഹൃത്തുക്കളോ ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങളെ ഇങ്ങോട്ടേക്ക് മുൻപോട്ടേക്ക് കടത്തിവിട്ടു. ഇനി ഇവിടെ നിന്ന് ഓരോ ഫാക്കൽറ്റിയും അല്ലെങ്കിൽ ഈ നിയോ ഫിലിം സ്കൂൾ നിങ്ങൾക്ക് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ടിന്യൂറ്റി എപ്പോഴും ഒരു ബിഗ് സീൻ നടക്കും, ആ സീനിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കണ്ടിന്യൂവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രോപ്പർട്ടി ആയിക്കൊള്ളട്ടെ, ഇമോഷൻ ആയിക്കൊള്ളട്ടെ, ലൈറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ആ മേജർ സീനുമായിട്ട് മാസ്റ്റർ സീനിൽ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ ഇന്നത്തെ ഈ മാസ്റ്റർ സീനിൽ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാക്കാനായിട്ട് പല വ്യക്തികൾ നിങ്ങളുടെ കൂടെ കൈപ്പിടിക്കാനായിട്ട് പോകുന്നു. എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിയോ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വലിയ പ്രായമുള്ളവരോടെ കാണാൻ പറ്റില്ല, എന്നൊക്കെയായിരിക്കും കുറച്ച് പ്രായം കൂടിയ ആളുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ബാക്കിയുള്ളവരെല്ലാവരും യൂത്തിൻ്റെ ഒപ്പം തന്നെ മൂവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ പൾസും കാര്യങ്ങളും അറിഞ്ഞ് വളരെ ഇപ്പോൾ ഈ പ്രോഗ്രാം തന്നെയാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ബാക്കി സ്റ്റാഫ് മെമ്പേഴ്സിനെയും ഞാൻ പ്രത്യേകമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി we start off with the lighting of the lamp. സ്ഥാപിതമായ സമയം മുതൽ 2024 വരെ 16 വർഷക്കാലം ഫെഫ്കയുടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയുമായിരുന്ന 2 പേരാണ് നമ്മളോട് കൂടെ ഉള്ളത്. എനിക്കൊന്ന് മലയാള സിനിമയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു നേതൃത്വം, വളരെ ശക്തമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അവരെ ഈ സമയം നിയോ ഫിലിം സ്കൂളിൻ്റെ ഒരു ആദരവ് നൽകുകയാണ്. ഡോക്ടർ ജെയിൻ ജോസഫിനെ അതിനുവേണ്ടി പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഞാൻ 2 വരി പറഞ്ഞോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ 2 മഹാമേരുക്കളെ ആദരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ അഹങ്കാരമാണ് എൻ്റെ ഭാഗത്ത് നിന്ന്. പിന്നെ കമൽ സാറും വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം നിർവഹിക്കുകയാണ്. വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി നിർവഹിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കണം എന്നുകൂടി എനിക്കൊരാഗ്രഹമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുന്ന വിശ്വാസവും സ്നേഹവുമാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിവിടെ കോൺവക്കേഷനാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. കുറേയധികം വിദ്യാർത്ഥിനികൾ ഇവിടുന്ന് പഠനം പൂർത്തിയാക്കി അവരുടെ സിനിമാ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. പുതിയൊരു ബാച്ച് വന്നിരിക്കുന്നു. ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം ജെയിൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇവിടെ പഠനം പൂർത്തിയാക്കിയ കുറേയധികം പേർ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സായി, എഡിറ്റേഴ്സുണ്ട്, അതിനകത്ത് സിനിമാറ്റോഗ്രാഫേഴ്സുണ്ട്, സിനിമയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം, എൻ്റെയും ഈ ഫിഫ്ക എന്ന കൂട്ടായ്മയുടെയും സൗഹൃദം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ എന്താണ്
പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ നിശ്ചയമില്ല. ഇവിടെ പരിപാടി അവതരിപ്പിച്ച രണ്ട് ചെറുപ്പക്കാർ, 2 സുഹൃത്തുക്കൾ പറഞ്ഞത് ദേ ആർ വെരി പാഷനേറ്റ് അബൌട്ട് സിനിമ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പാഷനേറ്റാണ് സിനിമയെക്കുറിച്ച്. ആ പാഷനാണ് നമ്മളെ ഇവിടെ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്, നമ്മളെ ഇവിടെ ചേർത്തിരുത്തിയിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞൊരു ക്ലിപ്പിൽ ഞാൻ കണ്ടു മണിരത്നം പറയുന്നത് ഇറ്റ്സ് നോട്ട് പാഷൻ ബട്ട് പെർസീവറൻസ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ സിനിമ എന്നത് ഒരു കലാരൂപം പോലെ തന്നെ അതൊരു വ്യവസായമാണ്. ആ വ്യവസായത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പാഷൻ മാത്രം പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇവിടെയുള്ള ക്ലിപ്പുകളിലെല്ലാം ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ വിജയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിജയങ്ങൾ സ്വപ്നം കാണുന്നവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു കോൺവെക്കേഷനിൽ വന്ന് വിജയത്തെക്കുറിച്ചല്ലാതെ പരാജയത്തെക്കുറിച്ച് പറയുന്നതും ശരിയല്ല. അത് പറയുമ്പോൾ എൻ്റെ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. അവിടുത്തെ പീപ്പിൾസ് സഹകരണ ബാങ്ക് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിച്ച ഒരു പെൺകുട്ടിയെ അഭിനന്ദിക്കാനായിട്ടൊരു യോഗം ചേർന്നു. എന്നെ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കേരളം കണ്ട ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായ MN വിജയൻ മാഷ് അവിടെ വന്ന് ആ കുട്ടിക്ക് ആ പുരസ്കാരം കൊടുത്തു. എന്നിട്ട് മാഷ് അദ്ദേഹം സംസാരിച്ചത് വിജയികളെ എല്ലാവരും ഓർക്കുന്നു, അവർക്ക് പുരസ്കാരം കൊടുക്കുന്നു, പക്ഷേ പരാജിതരെ ആരാണ് ഓർക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ്. ആ കുട്ടി വല്ലാതെ സങ്കടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സന്ദർഭവുമായിട്ട് ഇത് ചേരുന്നതല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരുപാട് ആളുകളെ ചേർത്തുണ്ടാക്കുന്നത് എന്നതോടൊപ്പം ഒരുപാട് പേരുടെ അധ്വാനം കൂടിയാണ് സിനിമ, ഫിസിക്കൽ ലേബർ കൂടിയാണ് സിനിമ. അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അതിനൊരു മൂലധനം വേണം. നിങ്ങൾ എത്രത്തോളം പാഷനേറ്റായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയാലും അതിനെ പിച്ച് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റിൻ്റെ മുമ്പിലോ ഒരു പ്രൊഡ്യൂസറുടെ മുമ്പിലോ ആണ്. അവർ പറയുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകുമോ അല്ലയോ എന്നുള്ളതാണ് വേറെ വലിയ പ്രശ്നം. സിനിമ ചെയ്തിട്ട് ഫൈനൽ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണുകയും അവരുടെ ടീം അതിൻ്റെ ഫൈനൽ കട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നുള്ള രീതിയിൽ എഗ്രിമെൻറ്റുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കുറേ അധികം പുതിയ വെല്ലുവിളികൾക്കകത്താണ് സിനിമ നിൽക്കുന്നത്. ഒന്ന്, സിനിമ ഒരു വ്യവസായം എന്ന നിലയിൽ നേരിടുന്ന വലിയ ചലഞ്ചസ്. മറ്റൊന്ന്, സാങ്കേതിക വിദ്യ. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ സിബി സാറുമായിട്ടും ജെയിനുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇനിയുള്ള കാലം AI വല്ലാതെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇപ്പോൾ മലയാളത്തിൽ അടുത്തുണ്ടാകാൻ പോകുന്നൊരു സിനിമയുടെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അതിനകത്ത് 4 സീനിലോളം ശ്രീ മമ്മൂട്ടി അഭിനയിക്കേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം അഭിനയിക്കേണ്ടത് ഏതാണ്ട് 30-40 വർഷം മുമ്പുള്ളൊരു 30 വർഷം മുമ്പുള്ള ഒരു സിനിമ ചിത്രീകരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിട്ടാണ് അദ്ദേഹം അഭിനയിക്കേണ്ടത്. അത് പൂർണ്ണമായും AI-യിൽ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള സമ്മതം ആ പ്രൊഡക്ഷൻ കമ്പനി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ലൊക്കേഷനിൽ പോവാതെ അദ്ദേഹത്തെ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്രൊഡക്ഷൻ കമ്പനിയും സംവിധായകനും മുമ്പോട്ട് വരികയും ആ നടൻ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് സമ്മതം മൂളുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ, അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് വരുന്ന വളരെ വലിയ ക്യാപിറ്റൽ, ഇതിൻ്റെ എല്ലാം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് പറയേണ്ടത്, യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി പുറത്തിറങ്ങിയ കൾച്ചറൽ ക്രിട്ടിക്കായിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള, ജലമർമ്മരം എഴുതിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഇത് എന്തു പറ്റി എന്ന് എന്നോട് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ജലമർമ്മരത്തിൻ്റെ വിഷ്വൽസിൻ്റെ ആബ്സെൻസ് ഇവിടെ. കാരണം പാഷൻ കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും മാത്രം ഒന്നും നടപടിയാവില്ല എന്നുള്ളതാണ് അതിനകത്തെ രത്നച്ചുരുക്കം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംസാരം അനുചിതമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിലെ
ആർജവം ഉൾക്കൊള്ളും എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്കുള്ള യാത്ര ഏറ്റവും നന്നാവട്ടെ, സുഗമമാവട്ടെ. എന്തിനും ഏതിനും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് നമ്മൾ കയറുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേട്ടത് മുഴുവൻ ഇങ്ങനെ ഒരു ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പോയിന്റിലായിരിക്കും. അപ്പം നമ്മൾ എന്താ പറയേണ്ടത് എന്നുള്ളതിലേക്കൊന്ന് സ്വിച്ച് ചെയ്ത് വരാനായിട്ടൊരു സമയം ഉണ്ടാവും. ബട്ട് എനി ഹൗ, ഇന്ന് ഞാൻ ഈ പറയുന്ന സമ്മിശ്ര വികാരം എന്ന് പറയുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ കാലത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അതൊക്കെ അനുഭവിച്ചിട്ടുള്ള അവസാന ബാച്ച് പാസ് ഔട്ടാവുന്ന ഒരു നിമിഷമാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ 2 വർഷം ലോകമൊക്കെ അനുഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിയോയും അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് സ്റ്റുഡൻസ്, അങ്ങനെ നമ്പർ കുറയുന്നു, എങ്ങനെയൊക്കെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുക. എനിക്ക് തോന്നുന്നു നിയോ ടീം, സിബി സാർ ഉൾപ്പെടെ, സോമൻ സാർ ഉൾപ്പെടെ, ലിയോ സാർ ഉൾപ്പെടെ, റോബിൻ സാറും പിന്നെ വിനീപ് സാറും എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ട് മറികടന്നു വന്ന ഒരു വലിയ കടമ്പയായിരുന്നു നിയോ ഫിലിം സ്കൂളിന് കൊറോണ എന്ന് പറയുന്ന സാഹചര്യം. അത് ടീം മെമ്പേഴ്സിന് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കൂടിയിട്ട് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കേണ്ടതുണ്ട്. കാരണം 180 സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന നിയോ ഫിലിം സ്കൂള് 51 സ്റ്റുഡൻസിലേക്ക് ചുരുങ്ങുകയും, അപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്ത പല പ്രൊഡക്ഷനുകളും കാര്യങ്ങളൊക്കെ നടത്താൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇന്ന് പാസ് ഔട്ട് ആവുന്ന 2 ബാച്ചുകളെ നമ്മൾ മെർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ദർ വർ വെരി ലിറ്റിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ റിമൈനിങ് ഇൻ ദി സ്കൂൾ. അപ്പോൾ 2 പേര് 3 പേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഡിസ്കസ് ചെയ്യുകയും കണ്ടിന്യൂസ്ലി പിവട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കൊറോണയെ അതിജീവിച്ചത്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു, ദിസ് ഈസ് എ ടെസ്റ്റിംഗ് ടൈം ഫോർ ദി റെലവൻസ് ഓഫ് ദി സ്കൂൾ, വെദർ വി നീഡ് ടു എക്സിസ്റ്റ് മോർ ഓർ ഈസ് ഇറ്റ് ടൈം ടു വൈൻഡ് ഇറ്റ് അപ്പ് ആൻഡ് ടൈം വിൽ ടെൽ us എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ പുതിയ ക്യാമ്പസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. വേണു ഗോവിന്ദ് ക്യൂമാക്കിൻ്റെ ഭാരവാഹികളാണ്, അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. മിസ്റ്റർ ബി ഉണ്ണികൃഷ്ണനും ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത്, ഇത്രയും കാലമായിട്ടും ഒരു എഗ്രിമെൻറ്റ്, ഒരു പ്രൊഫഷണൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്, ഞാനൊരു സിനിമാറ്റോഗ്രാഫറാണ്, ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇന്നലെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. It took long 16 years, as they were saying that long 16 years. Why they are in that position is that അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനിൽ മാത്രമേ ഇതൊക്കെ ചെയ്തെത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു പ്രൊഫഷണലിസം, ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു ആത്മാഭിമാനത്തോടെയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ന് ശ്രീ സിബി മലയിലിൻ്റെയും ശ്രീ ഉണ്ണികൃഷ്ണൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഫെഫ്ക മൂലം നമുക്കൊരു പ്രൊഫഷണൽ സിനാരിയോ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് യു ആർ ഗോയിങ് ടു ഹാവ് എ എക്സ്പീരിയൻസ് ഓഫ് ദാറ്റ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. ഒരു പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പോകണം. സോ ദിസ് ഈസ് ദി അഭിമാനം പാർട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന സ്ഥലമാണ് തിയേറ്റർ എന്നുള്ളത്. അപ്പോൾ ആ തിയേറ്ററിൽ തന്നെ ഇത് ആരംഭിക്കുന്നു എന്നുള്ളതും ഈ മാസ്റ്റേഴ്സിൻ്റെയൊക്കെ വാക്കുകൾ നിങ്ങളിൽ മാർഗദീപങ്ങളായി സ്ഥാപിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വലിയ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സിനിമയിലെ നമ്മൾ തിയേറ്ററിലിരിക്കുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ നമ്മുടെ മുമ്പിൽ തെളിയുന്ന കഥയും കഥാപാത്രങ്ങളും അതിൻ്റെ ദൃശ്യവും ശബ്ദവും എല്ലാം നമ്മൾ ഒറ്റയ്ക്കിരുന്നാണ് അനുഭവിക്കുന്നത്. സിനിമയുടെ തിയേറ്ററിലെ ഇരുട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ മാത്രം ആണ് അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിൽ, അവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ആ കലാരൂപത്തെ ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്. ഇന്നിവിടെ നിങ്ങൾ ഈ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു ഇരുട്ടിൽ നിങ്ങളുടെ ഭാവി, ഇവിടുന്ന് കടന്നു പോകുന്നവർ അവരുടെ ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് സിനിമയിലേക്ക് ഇവിടുന്ന് ഇവിടുത്തെ പഠനം പൂർത്തിയാക്കി അവരുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും വാങ്ങി ഇവിടുന്ന് നടന്ന് സിനിമയിലേക്ക് കയറുകയാണ്. ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളുമായിട്ട്, സിനിമ എന്ന സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് 100ഓളം വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന് ഈ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരികയും കൂടിയാണ്.
നമ്മൾ പൊതുവായിട്ട് തമാശയായിട്ട് പറയാറുള്ളത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്നും സിനിമയിൽ കയറിയെന്നുമാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഇടമാണ് സിനിമ. ഇത് കയറി ചെല്ലാൻ പറ്റുന്ന, മറ്റേത് ഇറങ്ങാണ് താഴ്ചയിലേക്കാണെങ്കിൽ, ഇത് ഒരു കൂടുതൽ ഉയരങ്ങളിലേക്ക് നടന്ന് കയറുകയാണ്. എനിക്ക് സംസാരിക്കാൻ കൂടുതലായിട്ടുള്ളത് ഇവിടത്തേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടുമാണ്. കാരണം നിങ്ങൾ ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് കരുതലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താക്കൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. കാരണം നിങ്ങൾ വേറിട്ടൊരു വഴി തിരഞ്ഞെടുത്തവരാണ്, വേറിട്ട് ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചവരാണ്. ഒരു സാധാരണ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം വലിയ പിന്തുണ ലഭിക്കും. പക്ഷേ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സന്ദേഹങ്ങൾ, ആശങ്കകൾ ഒക്കെയും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കുണ്ടാവും. കാരണം ഇതൊരു സേഫ് സോണല്ല. ഇവിടെ ഇതൊരു കരിയറായിട്ട്, ഇതൊരു ജീവിതോപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നൊരു ഇടമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പല സംശയവും അവർക്കുണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നിങ്ങളിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ആരെ കൺവിൻസ് ചെയ്ത്, ആരെ ബോധ്യപ്പെടുത്തി, ആരുടെ എതിർപ്പുകളെ മറികടന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ചിലതുണ്ട്. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും ശരിയായ വഴി. ഈ വഴിയിൽ ഞങ്ങൾ സഞ്ചരിക്കും. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് മുപ്പുറത്തേക്ക് ഞങ്ങൾ നടന്ന് കയറി വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നിങ്ങളിവിടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ദിവസവും നേരിടേണ്ടത്. ആ ഉത്തരവാദിത്വം മറന്നു പോകാതെ നിങ്ങൾ, ജെയിൻ സാർ എപ്പോഴും പറയാറുള്ള ഒരു വഴിയുണ്ട്, നിങ്ങളൊരു ഹൈവേ, 6 ലൈൻ ഹൈവേയിലൂടെയുള്ളൊരു സുഗമമായ സഞ്ചാരത്തിലേക്കല്ല എത്തിപ്പെടുന്നത്. നിങ്ങളൊരു ഓഫ് റോഡ് ട്രാവലിംഗ് ആണ്. ഒരുപാട് കുണ്ടും കുഴികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത്. നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ പ്രിയദർശൻ വന്നപ്പോൾ പറഞ്ഞത് വെൽക്കം ടു ഓൾ ദ ട്രബിൾസ് എന്നുള്ളതാണ്. നമ്മളെല്ലാം ആ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ, ആ ട്രബിൾസ് എല്ലാം കടന്നു തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ആർക്കും ഇതൊരു ഈസി കേക്ക് വാക്കല്ല. ഇത് അത്തരം പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ കടന്ന് ഇവിടെ എത്തുക എന്നുള്ളത്, അതിനുള്ളൊരു പെർസീവറൻസ്, മണിരത്നം സാർ പറഞ്ഞ പോലെ ആ പെർസീവറൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട പാഷൻ വീഡിയോയിൽ നമ്മളിന്ന് ഉയരങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ ഉയരങ്ങളിൽ സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് 2 ചെറുപ്പക്കാരുടെ, 2 സഹോദരന്മാരുടെ പാഷനാണ്, കമ്മിറ്റ്മെൻറ്റാണ്, പെർസീവറൻസ് തന്നെയാണ്. അത് നിങ്ങൾക്കുണ്ടാകട്ടെ. അതുതന്നെയായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഇന്ന് ഇവിടെ ആദരിക്കുന്ന 25 നമ്മുടെ പാസ് ഔട്ടായിട്ടുള്ള, ഇന്ന് ഇൻഡസ്ട്രിയിൽ സ്വന്തമായി ഇടം ഉറപ്പിച്ചു കഴിഞ്ഞ ആ വിദ്യാർത്ഥികളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ അവർ ഇന്ന് വന്ന് ആ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അടയാളപ്പെടുത്തി കാണിക്കാനുള്ളത് 2 മലയാള സിനിമയിലെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളെ കൂടിയാണ്. അജയൻ അടാട്ട്, അദ്ദേഹം ദേശീയ അവാർഡ് പുരസ്കാരം ജേതാവാണ്. അതുപോലെ തന്നെ വിൻസി അലോഷ്യസ്, സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് നേടിയ 2 പേരാണ്. ഇവർ 2 പേരും, അവർക്കും അറിയാം, അവരൊന്നും കടന്നു വന്നത് ഒരു ഈസി, ഒരു എളുപ്പ വഴികളിലൂടെ എത്തിയവരല്ല. അവരെല്ലാവരും കടന്നു പോകുന്നത് ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളിലൂടെ, കമ്മിറ്റ്മെൻറ്റിലൂടെ, പാഷനിലൂടെ, പെർസീവറൻസിലൂടെ തന്നെയാണ്. അവരെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇന്ന്, അവരെ 2 പേരും വിളിക്കാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. അവരും നിങ്ങളോട് അവരുടെ അനുഭവങ്ങളെ, അവരുടെ അവർ കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പങ്കുവെക്കും. അതൊക്കെ നിങ്ങൾക്ക് പ്രചോദനവും നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതുമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെൽക്കം ടു നിയോ. താങ്ക് യു. ഇതുപോലൊരു ഇൻട്രോ ഒരൊറ്റ സിനിമയിലും എനിക്ക് കിട്ടിയിട്ടില്ല. താങ്ക് യു. ഇങ്ങനെ ആരാതിന് പിന്നിൽ സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ? താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളോട്
എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു അധികാരം ഉണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം എനിക്കിപ്പോഴും സിനിമ എന്താണെന്നുള്ളത് കംപ്ലീറ്റ്ലി അറിയില്ല. ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ തിരുത്തലും ആകെ കൂടി ഒരു കൊളാപ്പ് മൂഡിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ ഒരൊറ്റ നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ പോകുന്നു, ഞാൻ സിനിമയിൽ കയറിയതിന് ശേഷം സിനിമ എന്താണെന്ന് അറിയുന്നു, അത്രയേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞതുപോലെ സിനിമ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചൊരു ഉപദേശമല്ല, ഒരു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, തട്ടിക്കളയാം. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇവിടെ വന്ന് സംസാരിക്കുന്ന ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്നതാണ് സിനിമ എന്ന് നിങ്ങൾ ഒരിക്കലും ഡിഫൈൻ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് പറയും, ഞാൻ പറയും ഇതാണ് സിനിമ, ഓക്കെ, നിങ്ങൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ഓരോ അറിവുകളാണ്. വാട്ട് ഈസ് സിനിമ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരുമാണ്. ഇപ്പം ലാലേട്ടന് സിനിമ എന്താണ് എന്നുള്ളത് ഒരു വശമാണെങ്കിൽ, മമ്മൂക്കയ്ക്ക് സിനിമ എന്താണെന്നുള്ളത് വേറൊരു സൈഡായിരിക്കും. കാരണം രണ്ടു പേരും രണ്ട് ഡിഫറെൻറ്റ് ഹ്യൂമൻസാണ്. അവർ സിനിമയിലിറങ്ങി ആ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും തോട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ സിനിമ ഇസ് ദിസ് എന്ന് ഡിഫൈൻ ചെയ്യേണ്ടത് ആസ് എ ഓൾ ഡിഫൈൻ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പം ഞാൻ പോലും ഓരോ സിനിമയും കഴിയും തോറും ഓരോന്നും ഡിഫറെൻറ്റ് പഠിച്ചോ, ഓരോ ഇപ്പം കനകം കാമിനി കലഹം രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ്. രതീഷ് ചേട്ടൻ പറയുന്നതല്ല ജനഗണമനയിലെ ഡിജു ചേട്ടൻ പറയുന്നത്, അതല്ല ജിതിൻ ഒരു പുതിയ ഡയറക്ടറാണ്. ജിതിൻ്റെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ആസ് എൻ ആക്ടർ പല ആൾക്കാർ, പല കൈൻഡ് ഓഫ് ഡയറക്ടേഴ്സ്, പെർസ്പെക്റ്റീവുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവരുടെ സ്റ്റൈലിംഗ് ഡിഫറെൻ്റ് ആണ്. സോ വാട്ട് സിനിമ എന്നുള്ളത് നമ്മൾ അതിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ യു ആർ വെരി ലക്കി, നിയോ സ്കൂൾ പോലൊരു നല്ല ഫൗണ്ടേഷനുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ഓരോ മെൻറ്റേഴ്സും നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അറിവുകളായിട്ട് ഇവിടെ വയ്ക്കുക. ആൻഡ് അതൊരു ഫൗണ്ടേഷനാണ്. അവിടെ നിന്ന് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് സിനിമ എന്ന മേഖലയിലോട്ട് പല ഏരിയകളിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ പല രീതിയിലായിരിക്കും, ഒരാളുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇവിടെ പഠിക്കുക, ഇവിടേക്ക് കിട്ടുക. അപ്പം അതിലൂടെ കെട്ടിപ്പൊക്കി ഇപ്പം ഞാനടക്കം പറഞ്ഞു തരുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അൺലേൺ ചെയ്യേണ്ടി വരും. വിൻസി പറഞ്ഞതല്ല, ഇയാൾ പറഞ്ഞതായിരിക്കും കറക്റ്റ് എന്ന് അൺലേൺ ചെയ്ത് പലതും ലേൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഫ്രം മൈ എക്സ്പീരിയൻസ്. പിന്നെ ഒരാഗ്രഹമുള്ളത്, ഇപ്പം എനിക്ക് നായിക എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ. അതില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ചിലപ്പം. കാരണം ഞാനൊരൊറ്റ ഓൺലി വൺ ഒഡീഷൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അതിൽ കിട്ടിയില്ലേ, ഓക്കെ, ആർക്കിടെക്ചർ പഠിച്ചിട്ട് വേറെ രീതി. എന്തോ ഭാഗ്യത്തിന് ലാൽജു സാർ നമ്മളെടുത്തു. ഇപ്പം നിയോ സ്കൂൾ അല്ലെങ്കിൽ ബാക്കി സ്കൂളുകളെ പറ്റിയുള്ള അറിവ് പോലും ഇല്ല. ഇപ്പം നിങ്ങളിൽ നോക്കുമ്പോൾ ഗേൾസ് കുറവാണ്, അല്ലേ, ഗേൾസ് ഇല്ല എന്ന് തന്നെ പറയാമല്ലേ. സോ അവർ മേ ബി അവർക്ക് ആ ചട്ടക്കൂടുകൾ ഇപ്പം എനിക്ക് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിവുകളില്ലാണ്ടായിരിക്കാം. ചിലപ്പോൾ എന്താ പറയുക, ഇപ്പം എനിക്ക് അറിവില്ലാത്ത പോലെ അറിവില്ലാതെയും അല്ലെങ്കിൽ ഇപ്പം ഫിലിം പഠിക്കണം എന്നുള്ളതൊന്ന് തുറന്ന് പറയാൻ ആ ചട്ടക്കൂടുകൾ പൊളിക്കാൻ പറ്റാതിരിക്കുന്ന ലേഡീസ് ഉണ്ടാവും. അവർ ഇപ്പം നെക്സ്റ്റ് ഇയർ സിബി സാർ എന്നെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കൂട്ടത്തിൽ 2 പേരല്ല കുറേ പേരുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കും വരാൻ സാധിക്കട്ടെ. ആൻഡ് ഇനി എൻ്റെ പേഴ്സണൽ കാര്യത്തിലോട്ട് വരാം. വീണ്ടും സിബി സാറിന് ഞാനൊരു വലിയ താങ്ക്സ് പറയാണ്. കാരണം ഇവരോടൊക്കെ ഇപ്പം നിങ്ങളോട് ആദ്യമായിട്ട് ഒരു ചാൻസ് ചോദിക്കുന്ന ആദ്യത്തെ ആക്ട്രസ് ഞാനായിരിക്കും. നിങ്ങളൊക്കെ വലിയ നിലയിലെത്തുമ്പോൾ ഞങ്ങളെ ഓർക്കുക, എനിക്കൊരു ചാൻസ് തരും. അപ്പോൾ അപ്പോൾ കുറച്ച് ഏജൊക്കെ ആവുമായിരിക്കും അല്ലേ, കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിയാം നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുള്ളത് ഉറപ്പാണ്, ഷുവറാണ്. സോ കൺസിഡർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് സിബി സാർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് എനിക്ക് കിട്ടിയൊരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് അല്ല, എന്നിട്ടും ഹി ഇൻവൈറ്റഡ് മീ. എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റി, അതും ഭാവിയിലെ വാഗ്ദാനങ്ങളോട്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാൻ ഡയസിൻ്റെ ഈ സൈഡിലല്ല, ആ സൈഡിലിരിക്കേണ്ട ഒരാളാണ്. ബിക്കോസ്
ഞാനൊരു ഫിലിം സ്റ്റുഡൻ്റാണ്. എൻ്റെ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. 2008 ഞാനിവിടെ സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് ഡിസൈനിങ് കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തത്. അപ്പം എൻ്റെ ഡയസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും എൻ്റെ അധ്യാപകരും എൻ്റെ സീനിയേഴ്സും ഒക്കെയാണ്. ഇവിടെ സോമൻ സാറുണ്ട്. സോമൻ സാർ എൻ്റെ ഡീനായിരുന്നു, എൻ്റെ പ്രൊഫസറായിരുന്നു. ജെയിൻ ചേട്ടൻ, അപ്പോൾ നിങ്ങളുടെ ജെയിൻ സാർ എന്ന് പറയുന്നത് ജെയിൻ ചേട്ടന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ ആക്ച്വലി വരെ നാട്ടുകാരാണ്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിയോ ഫിലിം സ്കൂളിൽ ഇപ്പോൾ പാസ് ഔട്ട് ആയിരിക്കുന്ന സ്റ്റുഡൻസും ഇനി പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസും ഒക്കെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇപ്പം നേരത്തെ വിൻസി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു അവസരത്തിനെ കുറിച്ച് പറഞ്ഞു. അതിപ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് കിട്ടിയൊരു സ്പെഷ്യൽ ചാൻസ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ആദ്യമായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം, അതും സൗണ്ട് തന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാനുള്ള കാരണം ഞാൻ അന്നൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് ഔട്ടിനെ പരിചയപ്പെട്ടിരുന്നു. കൃഷ്ണനുണ്ണി സാർ എന്ന് പറയുന്ന ഒരു ലെജൻഡറി സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞാൻ നാടകത്തിൽ അഭിനയിക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടികളുടെ സിനിമയിൽ അതിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ പോയി. അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയി. അവിടെ വെച്ചാണ് സാറിനെ പരിചയപ്പെടുന്നു. അപ്പോൾ സാറിനോട് എനിക്ക് സാറിൻ്റെ ഈ ജോലി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു കോഴ്സാണ് ഞാൻ പഠിച്ചത്, നീ അത് പഠിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ വളരെ ചെറുപ്പത്തിലായിരുന്നു. അപ്പം അങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നല്ലാതെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഇരിക്കും കാണാമെന്ന് പോലും നമുക്ക് യാതൊരു ധാരണയില്ല. അന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആക്സസും ഇല്ല. അപ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനെ നേരിട്ട് കാണുക എന്ന് പറയുന്നതായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ് ജെയിൻ ചേട്ടൻ. അപ്പോൾ ജെയിൻ ചേട്ടൻ ക്യാമറ ചെയ്യുന്നൊരു വർക്കിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അന്ന് ചൈൽഡായിട്ട് അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും പോയിട്ട് ഈ ക്യാമറമാൻ്റെ അടുത്ത് എങ്ങനെയാണ് അവിടെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഗ്യാപ്പ് പോയിട്ട് എനിക്ക് ഇത്ര ഡിസ്റ്റൻസിലെ കാണാൻ തന്നെ പറ്റുള്ളൂ, കാരണം അത്രയും തിരക്കായിരുന്നു ഷൂട്ടിൽ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ നാടക ഗുരു KV ഗണേശൻ്റെ അടുത്ത് പറയുന്നത്, നീ ചോദിച്ച ആൾ താൻ നിൽക്കുന്നു ലൈവായിട്ട്, ഞാനിപ്പോൾ മുട്ടിച്ചേരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജെയിൻ ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാലങ്ങളായിട്ട് കാത്തു വെച്ചിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്താണ് സെർച്ച് ചെയ്യേണ്ടത് എനിക്ക് ചേട്ടാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാനായിട്ട്? നീ ഇപ്പം എന്താ ചെയ്യണേ? ഇപ്പോൾ +1 പഠിക്കുക. അതിപ്പോൾ ഒരാ ഡിഗ്രി പഠിക്കണം, ഡിഗ്രി കഴിഞ്ഞിട്ട് എൻട്രൻസ് ചെയ്ത് ഇപ്പോൾ കിട്ടിയാൽ ഞാൻ കിട്ടും എന്ന് പറഞ്ഞു. ഇതാണ് ജെയിൻ ചേട്ടൻ തന്ന ഉപദേശം. പക്ഷെ അത് വളരെ കൃത്യമായിരുന്നു. ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ എൻട്രൻസ് എഴുതി, എനിക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ പൂനെയിൽ എനിക്ക് കിട്ടി. പക്ഷെ ഞാനവിടെ എത്തുന്ന സമയത്ത് ഇപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ ഓണാക്കാൻ അറിയണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനങ്ങനെ ഒരു ഭയങ്കര കമ്പ്യൂട്ടർ സേവി ആയിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല. എനിക്കതിലോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഈ ലാബിൽ ഇത് ഓണായിട്ടിരിക്കുന്ന സിസ്റ്റമാണ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ ടൈപ്പൊക്കെ ചെയ്ത് പോന്നാൽ മതി നമുക്ക്. പക്ഷെ ഇത് ഓഫായിരിക്കുന്നൊരു സ്വിച്ച് എവിടെ കുത്തിയാലാണ് ഓണാവുക എന്നുള്ളത് അതുവരെ ഞാൻ പഠിച്ചത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ടാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം എന്തായാലും ഇല്ല. ഇപ്പോൾ പണ്ട് നമുക്ക് സിനിമ കാണുക എന്ന് പറയുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്ത് പിന്നെ നമ്മളോട് എല്ലാവരും പറയുന്നത് സിനിമ പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് സിനിമ കാണുക എന്നുള്ളതാണ്. ലോക സിനിമകൾ കാണുക, മാസ്റ്റേഴ്സിൻ്റെ ക്ലാസിക്കുകൾ കാണുക എന്നുള്ളതാണ്. അപ്പം നമുക്കിത് കാണാനായിട്ടൊന്ന് വേറെ വഴിയില്ലല്ലോ, ഫിലിം ഫെസ്റ്റിവലുകളല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ നാട്ടിലുള്ള ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ തേടി പിടിച്ച് നമ്മൾ നടക്കും, പോവും, കാണും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താണ്? ഇപ്പം നമുക്ക് മുബിയുണ്ട്, ഇപ്പം നമുക്ക് നെറ്റ്ഫ്ലിക്സും ആമസോണും എല്ലാം ഉണ്ട്. അതല്ലാതെ മാസ്റ്റേഴ്സിൻ്റെ വർക്ക് കാണാൻ നമുക്ക് യു ഹാവ് ആക്സസ് ടു എവറിത്തിങ്. എല്ലാത്തിനും പൈസ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഇൻഫർമേഷൻസിൻ്റെ ബാഹുല്യമാണ്. നമുക്ക് എന്ത് കാണണമെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അതായത് ഒരു എപ്പിസോഡ്, ഒരു സീരീസ് കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ അത് തീരണമെങ്കിൽ ഒരു മാസം എടുക്കും. അപ്പോൾ പിന്നെ മാർട്ടിൻ സ്കോർസിസിയുടെ പടം അല്ലെങ്കിൽ തർക്കോസ്കിയുടെ പടം എപ്പോൾ കാണും, അല്ലെങ്കിൽ മറ്റേ കീസ്ലോസ്കിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എപ്പോൾ കാണും എന്നൊക്കെ പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനിലായി പോകുമല്ലോ നമ്മൾ. അപ്പോൾ ആരെ കാണണം? ഇപ്പോൾ സിബി സാറിൻ്റെ പുതിയ പടം ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കണ്ടേ പറ്റൂ. വിൻസി അഭിനയിക്കുന്ന പടം ഇറങ്ങുമ്പോൾ കാണണം. ഇപ്പോൾ ഞാൻ സൗണ്ട് ചെയ്ത പടം നിങ്ങൾ കാണില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ മാർട്ടിൻ സ്കോർസിസി ഇറങ്ങുന്നുണ്ട്, വേറെ ഇൻ്റർനാഷണൽ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അഭിഷാക് പോങ് അവിടെ സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്ത് കാണും എന്നൊക്കെയുള്ള എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് ആക്സസിബിലിറ്റിയേക്കാളും കൂടുതൽ മെൻറ്റർഷിപ്പാണെന്ന് തോന്നുന്നു. അതായത് ക്യൂറേഷൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നതൊക്കെ കാണണം എന്നിങ്ങനെ നമ്മൾ അക്കട്ട് പഠിപ്പിക്കുന്നല്ല, ചൂരിൽ പിടിച്ച് നിങ്ങളിതൊക്കെ കണ്ടാൽ നിങ്ങൾ സിനിമക്കാരാവുന്ന നമുക്ക് ആർക്കും ലോകത്ത് ആരും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം, ഞാൻ ഈ ഫിലിം സ്കൂൾ എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ 8 വർഷം ഒരു ഫിലിം സ്കൂളിൽ പഠിച്ച ആളാണ്. അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. അത് വേറെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് സമരം ചെയ്തിരുന്നു. അതല്ലാതെ
അവിടുത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടുള്ള കോഴ്സിൻ്റെ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ ഇന്നലെയും കൂടി ഒരു സിനിമ കാണിച്ചതിൻ്റെ പേരിൽ തല്ലൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ രാജ്യം ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഗവൺമെൻറ് നടത്തുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും കൽക്കട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഈവൻ കേരളത്തിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ വരെ ഫേസ് ചെയ്യുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് ഫ്രീ സ്പീച്ചുള്ള, കുറച്ച് ആലോചിക്കാൻ ധൈര്യം കാണിക്കുന്ന, അത് വിളിച്ചു പറയാനൊക്കെ ധൈര്യം കാണിക്കുന്ന കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പഠിക്കുകയും അവരുടെ കല പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഏറ്റവും സ്വാതന്ത്ര്യബോധമുള്ള സ്ഥലങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഫിലിം സ്കൂൾസാണ്. സോ ഐ ഓൾവേസ് വാണ്ട് ടു ഗോ ബാക്ക് ടു ഫിലിം സ്കൂൾസ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ കുറച്ച് നാൾ മുമ്പ് കേരളനാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗണ്ട് ഡിസൈനിൻ്റെ ഒരു ആഴ്ചത്തെ വർക്ക്ഷോപ്പ് എടുക്കാനായിട്ട് പോയിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആഫ്റ്റർ ലോങ് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാറുണ്ടെങ്കിലും സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും, എന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ എൻ്റെ ജൂനിയേഴ്സിനോട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിക്കുന്ന ജൂനിയേഴ്സിനോട്, അപ്പോൾ അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൂടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വിളിക്കുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ, അതായത് സിനിമയിൽ ഇപ്പോൾ ജോലി ചെയ്യാതെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചേക്കാനുള്ള എന്തെങ്കിലും വകുപ്പോ സപ്പോർട്ടോ ഉണ്ടെങ്കിൽ എടുത്ത് ചാടി നിങ്ങൾ ദയവ് ചെയ്ത് ഇൻഡസ്ട്രിയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ചാടി വരരുത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയം ദയവ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യൂ. കാരണം അത് നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആ മാറ്റം ബാക്കി കുട്ടികളിലേക്ക് വന്ന് മലയാളത്തിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു സമയം എനിക്ക് തോന്നുന്നു 2010-11 സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബോംബെയിൽ. അപ്പോൾ അന്ന് അവിടെ സിംഗ് സൗണ്ടാണ് എല്ലാ പടങ്ങളും. ഓൾമോസ്റ്റ് 80% സിനിമകൾ അന്ന് അവിടെ സിംഗ് സൗണ്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ മറാഠി ഫിലിംസ് വരെ ഞാൻ ആ സമയത്ത് സിംഗ് സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അന്നേ റസൂലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സിംഗ് സൗണ്ട് അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ആളുകൾ തിയേറ്ററിലൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. ഇത് സിംഗ് സൗണ്ട് കാരണമാണ് ശബ്ദം ഡയലോഗ് കേൾക്കാത്തത്, ഞങ്ങളുടെ കുറ്റല്ലാന്ന് പറഞ്ഞ് തിയേറ്ററുകാർ പ്രൊഡ്യൂസർമാരൊക്കെ എഴുതി വെക്കുന്നത്. ഇപ്പോൾ പോലും അടി തീർന്നിട്ടില്ല, സിംഗ് സൗണ്ട് ചെയ്താൽ ഡയലോഗ് കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമ്മളെപ്പോഴും കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് ബിഹൈൻഡ് ആണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മളത് അഡ്വാൻസ് ആയി പോയേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് ഒരുപാട് ബാക്കിലായി പോകും. കാരണം ഇതിൻ്റെ ആസ്വാദനത്തിന് ഇതിനെയൊക്കെ വല്ലാതെ പുതിയ കാലത്തെ ഈ ടെക്നോളജിയൊക്കെ ഇതിൻ്റെ ഭാഗത്തിന് ബാധിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ ക്ലാപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല ആരും ഡിജിറ്റൽ ക്ലാപ്പ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി റസൂൽ സാറ് പണ്ട് ഷൂട്ടിന് വരുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ക്ലാപ്പ് വെച്ച് സിങ്ക് ചെയ്യാനും എല്ലാം നിങ്ങൾ പഠിക്കും. പക്ഷേ നമുക്ക് ഒരുപാട് വലിയ ഫുട്ടേജുകൾ, ഒരുപാട് ലോങ് മൾട്ടി ക്യാം ഫുട്ടേജസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം ഓട്ടോ സിങ്ക് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിനുള്ള ടെക്നിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ ഹാർഡ്വെയർസ് ഉണ്ട്. അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ ഡിജിറ്റൽ ക്ലാപ്പൊക്കെ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അതൊരു നല്ല ബിഗിനിങ് ആണ്, ഒരു ടെക്നിക്കൽ ചേഞ്ചിൻ്റെ ഒരു ബിഗിനിങ് ആണ്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കുമ്പോൾ ഈ മേക്കിംഗ് ബിഹൈൻഡ് ദി സീൻ വീഡിയോസൊക്കെ അന്നും നമ്മൾ കാണാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അമേരിക്കൻ സിനിമാറ്റോഗ്രാഫറൊക്കെ വായിക്കുമ്പോൾ ഈ ക്ലാപ്പ് ബോർഡ് നമ്മളതിൽ കാണും, ഇങ്ങനെ ഡിജിറ്റൽ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് എന്നാ നമ്മുടെ കയ്യിൽ വരുന്നത്, എങ്ങനെ ചെയ്യാമെന്നൊക്കെ അന്ന് തൊട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇക്കൊല്ലം നമ്മൾ നിയോയിൽ തീരുമാനിച്ചു നമ്മൾ ഗ്ലോബൽ പ്രൊഡക്ഷൻ പ്രോട്ടോക്കോളിലേക്ക് മാറണം. അപ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മളിപ്പോൾ എന്താ പറയുക, ടെക്നോളജി ബേസ്ഡ് ആണ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് തുടങ്ങിയപ്പോൾ അതിനും നമ്മൾ പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ നിർബന്ധമായിട്ട് രണ്ടും കൽപ്പിച്ച് കണ്ണടച്ച് വാങ്ങിയൊരു സംഗതിയാണിത്. ബിക്കോസ് ദിസ് ഇസ് റിയലി കോസ്റ്റ്ലി. ഒരു പക്ഷേ മലയാളത്തിൽ ഉപയോഗിക്കാത്തത് അതിൻ്റെ ഒരു കോസ്റ്റ് എലമെൻറ്റ് കൊണ്ടാണ്. നമുക്കിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 രൂപയ്ക്ക് നമുക്ക് ക്ലാപ്പ് ബോർഡ് കിട്ടും ബ്രോഡ്വേയിൽ. ബട്ട് ദിസ് തിങ് ഈസ് ലൈക്ക് നിയർലി 1.5 lakhs. അത് മാത്രമല്ല, നമ്മുടെ ഫാക്കൽറ്റി അതിന് പഠിക്കണം. ഇത് ഡിസംബറിലെത്തി. ആൻഡ് വി വർ ഓൾസോ training ourselves on this because we didn't know how to use it, because this is the first time we are seeing it, we are holding it. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, I was talking with Mr. B. Unikrishnan, like how to get this into the industry. ആൻഡ് അങ്ങനെയാണ് നിയോയിലുള്ള നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ നീക്കങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാസ് ഔട്ട് അലുമിനീസ് ഗെറ്റ് ട്രെയിൻഡ് ഓൺ ദിസ്. വി വിൽ ഹാവ് എ ട്രെയിനിങ് സെഷൻ ആൻഡ് യു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ആൻഡ് ദി അതർ കൊമേഴ്സ്യൽസ് വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്. We have already conducted a seminar from the official training partners in school. ഈ ഡേറ്റി എന്നാണ് ഈ കമ്പനിയുടെ പേര്. അവർ വന്ന് നമ്മുടെ സ്റ്റുഡൻസിനെയും ഫാക്കൽറ്റിയും ട്രെയിൻ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ അലുമിനീസിന് വേണ്ടിയിട്ട്, whoever has come, you also have to get trained on this. So thank you. This is a nice moment, a dream coming true.
ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടുന്ന് പഠിത്തത്തിന് ശേഷം അസിസ്റ്റ് ചെയ്തു. ദെൻ ഇപ്പോൾ കപ്പ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറാണ്. റിലീസിന് വേണ്ടിയിട്ട് സിനിമ വെയിറ്റ് ചെയ്യുന്നു. മാത്യു തോമസും ബേസിൽ ജോസഫും അമിത പ്രമോദൊക്കെയാണ് അതിലെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്ന് ഈ ഒരു അച്ചീവ്മെൻറ്റ് അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതിന് ജെയിൻ സാർ തൊട്ട് എന്നെ ഇവിടുന്ന് പഠിച്ച് ഒരുക്കി വിട്ട സിവി സാറടക്കം എല്ലാ സാറുമാരെയും ഈ ഒരു നിമിഷം ഓർത്തുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നേരത്തെ പേര് വിളിച്ചതിൽ ഒരു പേര് വിട്ടുപോയി, മൈ സോറീസ്. ലിജിൻ ബാംബിനോ, മ്യൂസിക് ഡയറക്ടർ ഫ്രം പ്രിയൻ ഓട്ടത്തിലാണ്. I would like to request V.S. Vinayak, editor of Nerin. ഇല്ല, ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റ് എല്ലാം ലോക്കായി. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. RR മിക്സിങ് പരിപാടികളെല്ലാം നടക്കുന്നത്. സ്റ്റുഡൻ്റ്. ഞങ്ങൾ സെയിം ബാച്ച്മേറ്റ്സ് ആയിരുന്നു. നെബു ഉസ്മാൻ. നെബു ആയിരുന്നു എഡിറ്റർ. ഹായ്, ഞാനിവിടെ 11 നിയോ സ്റ്റുഡൻ്റാണ്. ആക്ടിങ് ബാച്ചായിരുന്നു. ഇവിടെ ആക്ടിങ് എല്ലാം കാണിച്ചത്. ഞാൻ തണ്ണീർമത്തൻ ദിനങ്ങളിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് സൂപ്പർ ശരണ്യ, പൂവൻ, മഹേഷ് മാരുതിയും അങ്ങനെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചു. അപ്പോൾ ഞാൻ ആക്ടറായിട്ടാണ് ഇവിടെ വന്നത്. ആക്ടറായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിനിടയിൽ ഞാൻ പോയ വഴിയിലൂടെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു പടം ചെയ്തു. പൂവൻ എന്നാണ് പേര്. അപ്പോൾ ഇനിയും സിനിമയിലെ അഭിനേതാവായിട്ടും ഡയറക്ടറായിട്ടും റൈറ്ററായിട്ടൊക്കെ മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇവിടെ വന്നു സാറിൻ്റെ ഒക്കെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഞാൻ നിയോയിലുള്ള സമയത്ത് തന്നെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ സംസാരിക്കാനൊന്നും അധികം അറിയില്ലാത്തതുകൊണ്ടും അധികം പെർഫോമൻസ് ചെയ്യാനും അങ്ങനെ സ്റ്റേജിലൊന്നും കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ വളരെ പിന്നിലായിരുന്നു. അത് ആരും കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളല്ല, ഞാൻ പിന്നിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. ജെയിൻ സാറിൻ്റെ മുമ്പിലും പിന്നെ ലിയോ സാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഒരുപാട് ഹാപ്പി ഇവിടെ വിളിച്ചതിൽ. താങ്ക് യു. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആട്ടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഇവിടെ ഉണ്ട്. മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഞാൻ നിയോ 5 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ സാറിൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ജെയിൻ സാർ നിങ്ങളെ ഇവിടുന്ന് എല്ലാം പഠിപ്പിച്ചും പറഞ്ഞു തന്നും സിനിമ ചെയ്യാൻ ഒരുക്കി വിടും. അതിനുള്ള മനസ്സ് കാണിച്ചാൽ മതി. യെസ്, താങ്ക് യു. ഞങ്ങൾ ഇഫിയിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. ഇതേപോലെ തന്നെയുള്ള വലിയ കരഘോഷത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ആ പടം സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ വിൻസി ചോദിച്ചതിന് ഉത്തരമായിട്ട് ഞങ്ങൾക്ക് കുറേ പെൺകുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം മണ്ണാളിയെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് എഡിറ്റേഴ്സ് ഉണ്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, VFX ഉണ്ട് സർ. ഹായ്, ഞാൻ നിയോയിലെ 15th ബാച്ചിലെ ഡബ്ബിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഡബ്ബിങ് പഠിച്ചിട്ട് ഞാൻ ആക്ടിങ്ങിലോട്ട് പോയ ആളാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമ എന്നുള്ള ലോകത്തെ നമ്മൾ മുഴുവനായിട്ട് ഇഷ്ടപ്പെടുക. ഞാൻ അതിന് മുന്നേ വരെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ധൈര്യമില്ല. ശരിക്കും നിയോ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാനുള്ള റീസൺ. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരോട് ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയ അഭിമാനമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്കിനി അടുത്ത ഇറങ്ങാൻ പോകുന്ന കപ്പെന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായതും നിയോ ആണ്. സഞ്ജു ചേട്ടൻ എനിക്ക് അവസരം തന്നു. സോ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് നല്ല ഒരു ഫോട്ടോ എല്ലാവർക്കും എടുക്കാം. കം പ്ലീസ്. നമുക്ക് സർട്ടിഫിക്കറ്റ്